ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകിയിട്ട് നമുക്ക് ഇതൊന്ന് അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കാം. ഈ മസാല റെഡിയാക്കാൻ വേണ്ടി ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പം ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇതേ പാനിലേക്ക് നൈസായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. 1.5 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, മീഡിയം സൈസ് ആയിരുന്നു. ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. സവാള ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മട്ടൻ മസാല റെഡിയാക്കാൻ വേണ്ടി ഞാൻ പാനിലേക്ക് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 4 പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്ക് അതിലധികം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ 10 വെളുത്തുള്ളി, പിന്നെ ഈ വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി പീസും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകവും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ചതച്ചെടുക്കാം. ചതച്ച് വെച്ചത് ഈ വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചതച്ചത് 2 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ തക്കാളി പീസാക്കിയത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് കുക്കായി വരട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടി കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇടാവുന്നതാണ്. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മട്ടൻ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അരി വേവിക്കാൻ വേണ്ടി ഒരു ചെറിയ ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ഏലക്കായും ഒരു 5 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം പട്ട, പിന്നെ ബേ ലീഫ് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുതിർത്ത് വാർത്ത് വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അരി 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇതൊരു ഓട്ടത്തട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, പാകത്തെ വേവാണ്. ഇപ്പം നമ്മുടെ മട്ടനും വേവായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈരും മല്ലിച്ചപ്പും പുതിനയും ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കാം. ബിരിയാണിക്ക് വേണ്ട നമ്മുടെ മട്ടൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പെല്ലാം കറക്റ്റ് അല്ലേ എന്ന് നോക്കാം. അപ്പം ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചോറ് വെച്ചിട്ടുള്ള ചെറിയ ചെമ്പനെയാണ് എടുത്തിട്ടുള്ളത്. സ്റ്റീൽ പാത്രം ആകുമ്പോൾ അടി പിടിക്കും, അത് ശ്രദ്ധിക്കണം. അപ്പം ദം ചെയ്യലൊക്കെ പലരും പല രീതിയിലാണ്. ചിലർ അടിയിലാണ് ഗ്രേവി ഇട്ട് കൊടുക്കുക, ചിലർ റൈസ് ഇട്ടതിന് ശേഷം പിന്നെ ഗ്രേവി, പിന്നെ റൈസ്, പിന്നെ ഗ്രേവി അങ്ങനെ ഇട്ട് കൊടുക്കും. ചിലർ സെൻറ്റർ ഭാഗത്താണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ അടിയിൽ കുറച്ച് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ മുഴുവനായിട്ടും മട്ടൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ചോറ് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും പുതിനയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല, 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ചോറിട്ട് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും മല്ലിച്ചപ്പൊന്നെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബിരിയാണി ദം ചെയ്യാൻ വേണ്ടി പഴയൊരു ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ചോറും ചെമ്പ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതിവിടെ കിടക്കട്ടെ. അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വിളമ്പാൻ തുടങ്ങാം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത് മിക്സ് ചെയ്യുന്നതിൻ്റെ മുമ്പ് കുറച്ച് ചോറ് മാറ്റി വെക്കുന്നുണ്ട്, എന്നിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് വറ്റുകൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, അതുപോലെ വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.